ഭാവിയിൽ ഇന്ത്യൻ പ്രസിഡന്റായി മാറിയ രാമേശ്വരത്തിൽ ജനിച്ച ഒരു കുട്ടിയെപ്പറ്റി നിങ്ങൾക്കറിയുമോ? ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മളിൽ എത്ര പേർക്ക് നന്നായി അറിയാം? അതെ, ഞാൻ പറഞ്ഞു വരുന്നത് തമിഴ്നാട്ടിലെ രാമേശ്വരത്തിൽ ജനിച്ച് ഇന്ത്യൻ പ്രസിഡന്റും ISROയിലും DRDOയിലും സയൻറ്റിസ്റ്റായി സേവനം അനുഷ്ഠിച്ചും പോന്ന നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ കലാമിനെ കുറിച്ചാണ്. നമ്മുടെ APJ അബ്ദുൽ കലാം 1931 ഒക്ടോബർ 15 ഒരു സാധാരണ ലളിത കുടുംബത്തിലായിരുന്നു ജനനം. ഒരു മനോഹര കടൽത്തീര പ്രദേശമായിരുന്നു അത്. അച്ഛൻ്റെ പേര് ജൈനുൽ ആബിദീൻ. അദ്ദേഹം ഒരു ചെറിയ ബോട്ടിൻ്റെ ഉടമസ്ഥനായിരുന്നു. അമ്മയുടെ പേര് ആഷിയമ്മ, ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു. സാമ്പത്തികമായി അത്ര മുന്നോക്കാവസ്ഥയിലല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിൻ്റെ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു, അതിന് പ്രാധാന്യം നൽകിയിരുന്നു. മാതാപിതാക്കൾ രണ്ടുപേരും സത്യസന്ധതയിലും ദയയിലും അച്ചടക്കത്തിലും ചിട്ടയിലുമെല്ലാം വളരെയധികം പ്രാധാന്യം കൊടുത്തു പോന്നിരുന്നവരായിരുന്നു. വീട്ടിലെ സാമ്പത്തിക പ്രയാസങ്ങൾ നന്നായി മനസ്സിലാക്കിയിരുന്ന കലാം കുട്ടിക്കാലത്ത് തന്നെ വീട്ടുകാരെ സഹായിക്കാനായി ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പായി പത്രവിതരണം ചെയ്തിരുന്നു. ചെറിയ രീതിയിൽ സമ്പാദിക്കുകയും ചെയ്തിരുന്നു. തിരുച്ചിറപ്പള്ളിയിലെ സെൻറ്റ് ജോസഫ് കോളേജിൽ ഫിസിക്സും മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗും പഠിച്ചിരുന്നു. ISROയിലും DRDOയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2002 ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡന്റ് ആകുന്നത്. ജനപ്രിയ പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹം. ഏവരും വളരെയധികം ഇഷ്ടപ്പെട്ടു പോന്നിരുന്നു. ലളിതമായ ജീവിത രീതിയും കഠിനാധ്വാനവും ജീവിത ചിട്ടയുടെ പേരിലും കുട്ടികളോടുള്ള ഇദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്നു. ഇത് ഇദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുകയും ചെയ്യുന്നു. യുവതലമുറയ്ക്ക് ഇന്ത്യയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് ഇദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചു. വിങ്സ് ഓഫ് ഫയർ, ഇന്ത്യ 2020, ദ ലൈഫ് ട്രീ, ഇഗ്നൈറ്റഡ് മൈൻഡ്, മൈ ജേർണി, യു ആർ ബോൺ ടു ബ്ലോസം ഇവയെല്ലാം ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ഭാരത് രത്ന, പത്മഭൂഷൺ, പത്മവിഭൂഷൺ തുടങ്ങിയ നിരവധി അവാർഡുകൾ ഇദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. മേഘാലയയിലെ സിറ്റിയായ ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ ലെക്ചർ എടുക്കുന്ന സമയത്ത് 2015 ജൂലൈ 15 മികച്ച അധ്യാപകൻ കൂടിയായ ഇദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രായം 84 വയസ്സായിരുന്നു.